നമ്മളെ ആൺമക്കളെയൊക്കെ വളർത്തുമ്പോ നമ്മുടെ ആഗ്രഹം എന്താ? സ്ട്രോങ് ആവണം, ബ്രേവ് ആവണം. പക്ഷെ ഇതിനു മുമ്പ് ഏറ്റവും ആദ്യം ഒരു മകൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? അവനെ ഇമോഷണലി സേഫ് ആക്കി വളർത്തുക. അതാണ് റിയൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞ ആൺകുട്ടികൾക്ക് എന്റെ അഭിപ്രായമാണ് കേട്ടോ. എന്താ കാര്യം എന്നറിയാമോ? പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ ജഡ്ജ് ചെയ്യാതെ അവൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ കേൾക്കാൻ റെഡി ആവണം. കേൾക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ? നെക്സ്റ്റ് ടൈം തൊട്ട് ആ കൊച്ചൊരിക്കലും ഒന്നും പറയൂല, സൈലന്റ് ആയിട്ടിരിക്കും. കാര്യം അങ്ങനെയാണ് ഈ ആൺപിള്ളേര് സൈലന്റ് ആവണേ. അപ്പൊ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ മനസ്സിലാക്കുക, ആൺകുഞ്ഞിന്റെ ഫീലിങ്സ് ശരിക്കും അവൻ ചിലപ്പോ കരയും, അവൻ അവന്റെ കാര്യങ്ങൾ പറയും, ഇതൊക്കെ ഓക്കെയാണ്. അതിന് അവനെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ വാലിഡേഷൻ എന്ത് സംഭവിക്കും? കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. അപ്പൊ നമ്മളുടെ ജീവിതത്തില് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ ആൺപിള്ളേരോട് അഫെക്ഷൻ കാണിച്ചാല്, ഒന്ന് ഹഗ് ചെയ്താല്, അവരോട് നല്ല വാക്കുകൾ പറഞ്ഞാല്, അവരെ അപ്രിഷിയേറ്റ് ചെയ്താല്, അവരെ അവരായിട്ട് കണ്ടാല്, ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇമോഷണലി വാംസ് ഉള്ള കുഞ്ഞുങ്ങളായിട്ട് മാറും. അപ്പൊ അവര് ഇമോഷണലി സ്ട്രെങ്ത് ഉള്ള കുഞ്ഞുങ്ങളായിട്ട് വരും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കുഞ്ഞുങ്ങളെ വളർത്തുമ്പോൾ. പിന്നെ അവരെ നമ്മൾ എമ്പതി പഠിപ്പിക്കണം, അല്ലാതെ ഈഗോയിസ്റ്റിക് ആയിട്ട് വളർത്താൻ നമ്മൾ നോക്കരുത്. കൈൻഡ് ആവണം. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ സ്ട്രോങ് ആവുമല്ലോ വേണ്ടേ. അവര് ഉറപ്പായിട്ടും അവര് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാല് എങ്ങനെ ശരിക്കും പറഞ്ഞാല് മനുഷ്യരോട് സ്നേഹത്തോടെ ജീവിക്കാം, കമ്പാരിസൺ ഇല്ലാതെ യുണീക്ക് ആയിട്ട് അവരെങ്ങനെ ജീവിക്കാം, ഇതാണ് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കേണ്ടത്. കാര്യം എന്താ? സ്ട്രോങ് ആയിട്ടുള്ള ആൺപിള്ളേര് ഫാമിലിയൊക്കെ ബിൽഡ് ചെയ്യും. പക്ഷെ ഇമോഷണലി സേഫ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാമോ? അവർ ഈ ലോകത്തെ തന്നെ മനോഹരാക്കും. അപ്പൊ നമ്മൾ ആൺപിള്ളേരൊക്കെ വളർത്തുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? അവന്മാരെ വളർത്തേണ്ടത് ഇമോഷണലി സ്ട്രോങ് ആയിട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സേഫ് ആയിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയ അവര് അൾട്ടിമേറ്റ് സ്ട്രോങ് ആയിരിക്കും. അവര് ലോകം തന്നെ ഒരു നന്മയുള്ള സ്ഥലമാക്കാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് എഗ്രി ചെയ്യണവര് ഒന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. എന്താണ് നിങ്ങളുടെ തോട്ട് എന്നുള്ളത്. താങ്ക് യു.